ഇവിടുത്തെ അമ്മയ്ക്ക് ഏട്ടത്തിയുടെ ഒരു കാര്യവും ഇഷ്ടായിരുന്നില്ല. ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മോഹനേട്ടൻ്റെതാണോന്ന് പോലും ഇവിടുത്തെ അമ്മയ്ക്കും മോഹനേട്ടനും സംശയം ഉണ്ടായിരുന്നു. സ്വന്തം മകന്റെ കുഞ്ഞിനെ ലാണിക്കണമെന്ന് പലതവണ യശോദമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടത്തിയുടെയോ കുഞ്ഞിന്റെയോ ഒരു കാര്യവും യശോദമ്മ അന്വേഷിച്ചിട്ടില്ല. ഞാൻ ഗർഭിണിയാവണമെന്ന് പലപ്പോഴും യശോദമ്മ എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം യശോദമ്മ സന്തോഷമായിരുന്നോട്ടേന്ന് വെച്ചിട്ടാ മായമ്മ ഞാൻ കള്ളം പറഞ്ഞത്. ഞാൻ പിന്നെ അത് തിരുത്താനും പോയില്ല. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം മായമ്മ. പറ്റിപ്പോയി. മോഹന, ഇവിടെ പറഞ്ഞതെല്ലാം സത്യമാണോ? ആവണിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഞാനും അമ്മയും തിരക്കില്ല. സത്യമാണ്. മതി, എനിക്കത് കേട്ടാ മതി. മായമ്മ, എനിക്കിനി പ്രസവിക്കാൻ പറ്റില്ല. മായമ്മ ഇനി എന്നെ ദ്രോഹിച്ചാലോ കഴുത്തിന് കുത്തിപ്പിടിച്ചാലോ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല മായമ്മ. കാരണം ഞാൻ പ്രസവം നിർത്തിയതാ. ഏടത്തിയുടെ മുന്നിൽ ചെറുതാവാതിരിക്കാൻ എല്ലാവരും മുന്നിൽ വെച്ചും യശോദമ്മ എന്നോട് ചോദിച്ചു, എൻ്റെ മകൻ്റെ കുഞ്ഞിനെ നീ പ്രസവിച്ച് കയ്യിൽ വെച്ച് തരുമെന്ന്. യശോദമ്മ ആരുടെ മുന്നിലും ചെറുതാവാതിരിക്കാൻ ഞാനും ശരിവെച്ചു. പിന്നീട് ഞാനത് മാറ്റി പറഞ്ഞ യശോദമ്മയ്ക്ക് സങ്കടാവും. അതുകൊണ്ടാ ഞാൻ. ശരി അഞ്ജു, നീ ചെയ്തത് തെറ്റാണ്. എന്നാലും സാരമില്ല, നീ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും എന്റെ ചേച്ചി സന്തോഷിപ്പിച്ചല്ലോ. അഞ്ജു, കൃത്യസമയത്ത് നീ വന്നത്. മായ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. എന്തു പറ്റി അച്ഛാ? അച്ഛന് ചെറിയൊരു ക്ഷീണം. ഹോസ്പിറ്റലിൽ പോണോ അച്ഛാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. നമുക്ക് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഓഫീസിൽ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. രാവിലെ മാഡം വിളിച്ച് കുറച്ച് ഫയർ ചെയ്തു. പിന്നെ എന്തോ ഒന്നും ഉണ്ടായില്ല. ശിവദാസ, തുടക്കത്തിൽ തന്നെ തളർന്നോ? ആവണി, എന്തൊക്കെയുണ്ട് ഓഫീസിലെ വിശേഷങ്ങൾ? രാവിലെ എഞ്ചിനീയർ ഒരു സ്വസ്ഥതയും തന്നില്ലല്ലേ? പിന്നീട് എഞ്ചിനീയർ ഒരു അക്ഷരം പോലും മിണ്ടിയതുമില്ല. കിഷോർ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ എനിക്ക് ഇഷ്ടമല്ലേന്നും ഈ കുഞ്ഞ് മാളിയേക്കൽ തറവാട്ടിലെ കുഞ്ഞല്ലേന്നും? നിങ്ങളത് ചോദിച്ചപ്പം എനിക്ക് സംശയം തോന്നി. പക്ഷേ എനിക്കിപ്പം ആ സംശയം മാറി. എന്നാ കേട്ടോ, സത്യത്തിൽ ഇവളെയും ഇവളുടെ കുഞ്ഞിനെയും യശോദാമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആവണി ഗർഭിണിയായിരുന്നപ്പോ ആവണിയുടെ കാര്യമോ കുഞ്ഞിന്റെ കാര്യങ്ങളോ യശോദാമ്മ തിരക്കിയിരുന്നില്ല. അല്ലേ മോഹന? അല്ലേ അഞ്ജു? അതേ മായമ്മ.